ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഇറ്റാലിയൻ കിച്ചണിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ അമാൽഫി വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അമാൽഫിയിലെ ചെറിയൊരു പള്ളിയും കടൽ തീരങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അമാൽഫി എന്ന് പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ. ഈ മലകളുടെ മുകളിലൊക്കെ എല്ലാവർക്കും വീടുകളും ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടത്തേക്ക് ചെറിയ ചെറിയ ബസ് സർവീസുകളും ഉണ്ട്. പിന്നെ എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനം ഉള്ളതുകൊണ്ട് അവരങ്ങനെ പോകും. അങ്ങനെ ട്രെയിൻ സർവീസ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും വാഹനമുണ്ട്. പിന്നെ ചെറിയ ചെറിയ ബസ്സുകളുണ്ട് ഈ മലയുടെ മുകളിലേക്ക്. ഇതാണ് മെയിൻ സിറ്റി അമാൽഫി. അമാൽഫിയിൽ വന്നതിന് ശേഷം ചെറിയ ബസ്സിലേക്ക് മാറി കയറി ഓരോരുത്തർ വീടുകളിലേക്ക് പോകും. സ്വന്തമായിട്ട് കാറുള്ളവർക്ക് അങ്ങനെയും പോവാം. അതേപോലെ തന്നെ ഈ അമാൽഫിക്ക് തൊട്ടപ്പുറത്തുനിന്ന് ബസ്സുണ്ട്. ആ ബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൊറേന്തോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. സൊറേന്തോ ഒരു പേര് കേട്ടൊരു സ്ഥലം തന്നെയാണ്. കണ്ടമാനം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് സൊറേന്തോ. സൊറേന്തോന്ന് നമുക്ക് കപ്പലെടുക്കുകയാണ്, ബോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാപ്രി, ഒരു ദ്വീപാണ് കാപ്രി എന്ന് പറയുന്നത്. നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നുണ്ട് ഒരു പ്രാവശ്യം, അപ്പോൾ അത് കാണാം. കാപ്രി അടിപൊളി സ്ഥലമാണ്, പേര് കേട്ടൊരു സ്ഥലമാണ്. ഭയങ്കര ഹൈറ്റിലുള്ള ഒരു മലയാണ് കാപ്രി. കടലിൻ്റെ നടുക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു ദ്വീപാണ് കാപ്രി. നല്ല രസമാണ് കാണാനായിട്ട് കാപ്രി. അതേപോലെ തന്നെ വേറൊരു ദ്വീപ് അതിൻ്റെ അപ്പുറത്തുണ്ട്, ഇഷ്കിയ. അത് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ അമാൽഫിയിൽ നമുക്ക് കാണാനുള്ളത് ഒരു ചർച്ചുണ്ട്. ഇവിടെ അമാൽഫിയിൽ 2 വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് ഇവിടെ ചർച്ചിലുണ്ട്. തിരുശേഷിപ്പ് കാണിച്ചു തരുമെന്ന് അറിയില്ല, പള്ളി തുറന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. കാണാൻ പറ്റിയ ഭാഗ്യമായി. 2 വിശുദ്ധന്മാരുടെയാണ്. അത് അമാൽഫിയിലെ ഈ ചർച്ചിലുണ്ട്. അത് നമ്മൾ പള്ളിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഈ പള്ളിയുടെ പേര് സെൻറ്റ് ആൻഡ്രിയ പോസ്തോളോ എന്നാണ് ഈ പള്ളിയുടെ പേര്. പക്ഷേ നിലവിൽ പള്ളി അടച്ചിട്ടൊക്കെയാണ്. കാരണം 3 മണിക്ക് ശേഷമേ പള്ളി തുറക്കുള്ളൂ. ജസ്റ്റ് ആ മുകളിൽ വരെ നമുക്കൊന്ന് കയറാം. ഈ പള്ളിയുടെ മേൽക്കൂരയുടെ ഉള്ളിൽ അൽത്താര, അതിൻ്റെ മുകളിലൊക്കെ സ്വർണം കൊണ്ടാണ് പണിതിരിക്കുന്നത്. കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക്. കുത്തനെയുള്ള കയറ്റമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റും സ്വർണം പതിപ്പിച്ചേക്കണത്. ഇത് പള്ളിയുടെ ഫ്രണ്ടാണ്. സ്റ്റെപ്പ് കയറിയിട്ട് ആവശ്യതേ. ഇവിടെ ആരും സ്വർണ്ണമൊന്നും എടുത്തുകൊണ്ട് പോയില്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. പിന്നെ ഇപ്പം നിലവിൽ പള്ളി അടച്ചിട്ടൊക്കെയാണ്. എന്നാലും എവിടം വരെ കയറി ചെല്ലാൻ പറ്റും നമുക്ക് എന്തായാലും നോക്കാം. എല്ലാവിടെയും അടച്ചേക്കാണ്. എന്തായാലും പള്ളി അടച്ചിട്ടൊക്കെയാണ്, അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഈ വരാന്തയിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ കാണിക്കാം പള്ളിയുടെ ഉള്ളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അമാൽഫി നമുക്ക് മിനോറി എന്ന് പറയുന്ന സ്റ്റോപ്പിലേക്ക് പോകണം. നമ്മൾ മിനോറി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അമാൽഫി ലാസ്റ്റ് സ്റ്റോപ്പാണ് അമാൽഫി. അപ്പോൾ അമാൽഫിയിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഇറങ്ങാൻ നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് കാണണം. ഈ ഒലിവ് മരത്തിൻ്റെ അടിയിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, നോക്കാം. ഭംഗിയുള്ളൊരു ഒലിവ് മരമാണ്. ഇതിൻ്റെ അടിയിലൊരു പുൽക്കൂട്. ഉണ്ണീനെ വെച്ചിട്ടില്ല, ക്രിസ്മസ് ആയിട്ടില്ലല്ലോ. ഉണ്ണീനെ എപ്പോഴും വെക്കുള്ളൂ, വെക്കൊന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ രസകരമായൊരു ക്രിസ്മസ് ട്രീ അതിൻ്റെ ബാക്കിൽ. ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല സൂപ്പറായിരിക്കുള്ളൂ. ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അമാൽഫിന്ന് മയോറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ കാണുന്ന ഈ വണ്ടികളൊക്കെ ഇറങ്ങിയും കയറിയും വരുന്നത് കാണുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്തത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഹൃതിക് റോഷൻ്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരുന്നത് ഇവിടെ വെച്ചാണ്. അത് നല്ല രസകരമായൊരു സ്ഥലമാണ്. ആളുകൾക്ക് ഇരിക്കാനായിട്ട് ഒരു പാർക്ക് പോലെ ഒലിവ് മരങ്ങളൊക്കെ നട്ട് നല്ല രസകരമായിട്ട് സെറ്റ് ചെയ്തെടുത്തേക്കാണ് ഇവിടെ കാണുന്നത്. ഒലിവ് മരങ്ങളാണ്. ഇതുമ്മ കായില്ല, കായ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തന്നാലേ. നിരത്തി വെച്ചേക്കുന്നത് ഒലിവ് മരങ്ങളാണ്. കോവിഡ് ആയതുകൊണ്ട് കടകളൊക്കെ അടച്ചിട്ടൊക്കെയാണ്. ആളുകളൊന്നുമില്ല, കുറച്ച് പേരെ പുറത്തുള്ളൂ. ആളുകളൊക്കെ കൊറോണനെ പേടിച്ച് അകത്തേറിയിരിക്കുകയാണ്. കുറച്ച് പ്രായമായവർ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വെയിൽ കൊള്ളാനും കാര്യങ്ങൾക്കൊക്കെ. ഇതുപോലെ കടൽപ്പാലമാണ്. ഇവിടെ കുറേ ആളുകൾ ചൂണ്ടിയിടലും കുറച്ചൊരു വെയിൽ കൊള്ളാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് അതുകൾക്ക് മീൻ എന്തെങ്കിലും കിട്ടിയോ നോക്കാം. നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ് ഉണ്ടായത്. ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ല. മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. കിട്ടിയായിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടിപൊളി ബീച്ചാണ്. ഇപ്പം ആരും ഇല്ലെന്നുള്ളൂ. ടൂറിസ്റ്റ് സീസൺ ആകുമ്പോൾ ഇവിടെ നിറച്ച് ജനങ്ങളുടെ തിരക്കായിരിക്കും. ചൂടാണ് തുടങ്ങിക്കഴിഞ്ഞാൽ. തണുപ്പായതുകൊണ്ടാണ് ആരും ഇല്ലാത്ത. ഒരു ചങ്ങാതി മീനിൻ്റെ വേസ്റ്റ് കോഴിയുടെ വേസ്റ്റൊക്കെ കൊണ്ട് കടലിലിടുന്നുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ, മീന് തീറ്റ കൊടുക്കണതാണ്. അതേപോലെ തന്നെ അത് കാക്കകളൊക്കെ വന്ന് കൊത്തിക്കൊണ്ടുപോകുന്നുണ്ട്, കടൽ കാക്കകൾ. Amico, tutto a posto? Bene? Sì, e tu? Sì, sì, bene, bene. Di dove sei? India. Sei musulmano? No, 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 no. Un tu? Cattolica. Ah, cattolico. Tutti uguali, musulmano, hindu, cattoliche, tutti uguali. No? Ah, bravo, bravo, sì. Sì, è uno. È solo. ഓക്കെ, ബ്രാവോ. പുള്ളി പറഞ്ഞത് ദൈവം ഒന്നേ ഉള്ളൂ എന്ന്. ഏത് മതക്കാരനായാലും ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പുള്ളി പറഞ്ഞത്. Grande Santa. ആ, ഗ്രാൻഡെ സാന്ത. ബ്രാവോ, ബ്രാവോ. ചാമിഗോ, ഗ്രാക്സിയെ. ഇതാണ് മയൂറി അല്ലേ? ഓക്കെ. ഇവിടെ ബോട്ട് വരില്ലേ? കാണുന്നതാണ് മയൂറി.
കാറ്റും മഴയത്തും കോളിലൊക്കെ പെട്ടിട്ടേ മരത്തിലെ മരങ്ങൾ കടലിലേക്ക് വീണിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കിടക്കണത്. ഈ കൂട്ടിയിട്ടേക്കണതൊക്കെ അതാണ്. വലിയ വലിയ മരങ്ങളൊക്കെ അവർ കൊണ്ടുപോയി. ഇനി ബാക്കി കൊണ്ടുപോകാനുള്ള ഈ ചെറിയ ചെറിയ മരത്തടികളൊക്കെ തിരയടിച്ചിട്ട് കടലിലേക്ക് കയറി കിടക്കണതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ 2 കൂട്ടുകാരന്മാരോട് വന്നിട്ടുണ്ട്. മരമൊക്കെ ഒന്ന് പരിചയപ്പെടാം. അടിപൊളിയായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്ട ബീച്ചിലേക്ക് നോക്കി ജനങ്ങൾക്ക് കാറ്റുകൊണ്ടിരിക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ 2 മലയാളി സ്നേഹിതന്മാർ. അതിനുശേഷം സുഖം. രാജേഷ് തൃശ്ശൂര്, കോഴിക്കോട്. ഇതിന് ശേഷങ്ങൾ പിന്നെ അടിപൊളി സ്ഥലമുള്ള ജോലി ചെയ്യണത്. എങ്ങനെയുണ്ട് കൊറോണയൊക്കെ? നേരത്തെ നല്ല തിരക്കായിരുന്നു, ഇപ്പൊ തിരക്കൊക്കെ വളരെ കുറവാണ്. ക്രിസ്മസ് ഒക്കെ ആകെ പോയി. ക്രിസ്മസിന് ഇറങ്ങാൻ പറ്റില്ല. 20-ാം തീയതി ലോക്ക്ഡൌൺ ആണെന്നൊക്കെ പറയുന്നത്. റെഡ് സോൺ ആണെന്ന് പറയേണ്ടി 20-ാം തീയതി തുടങ്ങി. അപ്പോൾ ഇതാണ് മയൂറിയിലും ആളുകൾ കുറേ എണ്ണം ചൂണ്ടിയിടുന്നുണ്ട്. എന്തായാലും കിട്ടിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എടാ കുഞ്ഞു പയ്യനാണ് ചൂണ്ടിട്ടിട്ട് അവന് 2 മീനെ കിട്ടി. എന്തൊട്ട് മീനെന്നറിയാമത്? ഇത് നമ്മുടെ പോളിപ്പോ എന്ന് പറയും. ഇത് നീരാളി പോളിപ്പോ. പിന്നെ വേറൊരു മീൻ നമ്മുടെ നല്ല നങ്ക് പോലെ ഇരിക്കണ മീൻ. ചത്തട്ടില്ല. Sono 2 pesci trovi? Sono 2? Bello? Sì, sono 2 pesci. Come? Sembra troppi pesce qua. Ah, bravo. È di tutto qua. Sì, anche grande? Baracuda, spigole, pesci serra. bravo. വലിയ വലിയ മീനുകളൊക്കെ കിട്ടാറുണ്ടെന്ന് ഇവിടുന്ന്. പക്ഷെ ഇന്ന് കിട്ടിയിരിക്കുന്നത് 2 ചെറിയ മീനാണ്. എന്തായാലും അവന് നല്ല മീൻ കിട്ടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ചെമ്മീനായിട്ടാണ് മീൻ പിടിക്കുന്നത്. Domani vengo pure io a fondo, porto la Dove? cosa a fondo proprio. Mi pure tu? Domani vieni. ചെമ്മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് A ചെമ്മീനിട്ട് fondo proprio. മീനെ പിടിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കണ പോലെ തന്നെ. La canna a fondo, questa qua. Sì, io ce l'ho che regge un po' di più però, ce l'ho bella tosta. A me arriva fino a 200-300 grammi questa. Sta. Adesso è chiuso scuola? Sì, sì. Che giorno apro? Il 7 gennaio. 7 gennaio. Ah. Problema di Covid, eh? Purtroppo sì. Natale è chiuso tutti, eh? Capodanno anche. Ah, tutto in casa. Mannaggia. Come Maiuri ancora si sta Covid? Nessuno. È passato. È passato. Bravo. Non c'è male. Meno male. Allora va bene, grazie amico. Ciao. Ciao. Buon Natale. Grazie, grazie. Grazie. അപ്പോൾ
കോവിഡ് ആയതുകൊണ്ട് സ്കൂളൊക്കെ അടവാണ്. അതാണ് മച്ചാന്മാർ ചൂണ്ടിയിട്ട് കളിച്ച് കിടക്കണേ. നമ്മുടെയൊക്കെ പോലെ തന്നെ കേട്ടാ. എന്തെങ്കിലും ഒരു ദിവസം ഒഴിവിട്ട് കഴിഞ്ഞാൽ ചൂണ്ടിയിടല് ഒക്കെയാണ് പരിപാടി. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പോയി എന്നാണ് അവൻ പറയണത്. അപ്പത്താനോ ന്യൂ ഇയർ, നദാലെ, ക്രിസ്മസ് എല്ലാം വെള്ളത്തിലായി കോവിഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ശക്തമായിട്ടുള്ള ലോക്ക്ഡൗൺ അല്ല, റെഡ് സോൺ ആക്കാൻ പോകണം. ക്രിസ്മസിനൊന്നും ഒരാളും പുറത്തിറക്കാൻ പാടില്ല, വീടുകൾ വിട്ട് പോകരുത്, അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരാണ്. അപ്പോൾ ഇത് നമ്മുടെ മലയാളി 2 കൂട്ടുകാരന്മാർ ചങ്കുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിവിടെ 4-4.5 വർഷം 5 വർഷത്തോളമായി ഇവിടെ ഒരു ജോലി ചെയ്യണം. ഇന്ന് ഞാൻ വന്നതുകൊണ്ട് ഉമ്മാർ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയാണ്. പക്ഷാക്ക് അപ്പം ഇതിൻ്റെ അടുത്ത പരിപാടി ജോലി കയറാൻ പോണ്. പക്ഷാക്ക് പോണ്. അപ്പം ഞാനും പോകാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. എന്തായാലും അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ആയിഷേ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അപ്പോൾ ഇവർക്ക് ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് ഞാൻ. ഇവർക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റില്ല. ഉണ്ണിയപ്പടി വിളിയായിരുന്നോ? താങ്ക് യു. അപ്പോൾ ഓക്കെ എന്നാ. ഇതാണ് സലേർണോ കാണുന്നതാണ്. നമ്മൾ സലേർണോയിലെത്തി. രസകരമായൊരു സ്ഥലമാണ് സലേർണോ. സലേർണോയിലുണ്ടൊരു കടൽപ്പാലം. നേരെ ഇപ്പോൾ സലേർണോയിൽ നമ്മൾ അധികം വീഡിയോ ഒന്നും പിടിക്കുന്നില്ല, കാരണം സമയം ഒന്നാമത്തെ ലേറ്റായി. പിന്നെ നമ്മുടെ ട്രെയിൻ ഉണ്ട്, ട്രെയിനിൽ കയറണം, നേരെ വീട് പിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഇത് ചെറിയ ചെറിയ ബോട്ടുകളും സെറ്റപ്പുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് രസകരമായിട്ട്. അതേപോലെ തന്നെ ക്രൂസ് കുറേ കിടപ്പുണ്ട് ഇവിടെ. കരയ്ക്ക് കയറ്റി വെച്ച കണക്കെ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു. നമ്മൾ കാലത്തവിടുന്ന് പോകുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അരമണിക്കൂറോളം ട്രെയിൻ പിടിക്കും വീടെത്താനായിട്ട്. ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ എടുത്ത് കരയ്ക്കൊക്കെ കയറ്റി വെച്ചേക്കാണ്. ഇപ്പോൾ നല്ല ചൂടുകാലം വരുമ്പോൾ ഇതൊക്കെ പുറത്തിറക്കും, കടലിലേക്ക് ഇറക്കും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ എല്ലാ കൊല്ലത്തെ പോലെ ക്രിസ്മസ് ആഘോഷമില്ല, കാരണം അത്രയ്ക്കും കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ചെറിയ രീതിയിലായിരിക്കും ക്രിസ്മസ്. ഇതാണ് സലേർണോ സെൻറ്റർ. സലേർണോ സെൻറ്ററാണ് കാണുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് ആളുകൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നാപ്പോളി റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലിടും. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടും വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.